ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നെക്സസിൻ്റെ പ്രോഗ്രാമായിട്ടാണ് കേട്ടോ. നെക്സസിൻ്റെ സ്നേഹസംഗമം എന്ന് പറഞ്ഞ പരിപാടിയാണ്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇത് ഉമ്മുൽക്കുവൈൻ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ മുറ്റത്ത് നല്ല ആനകളൊക്കെ ചെവിയാട്ടി അടിപൊളിയായിട്ട് ഇലക്ട്രോണിക് ആനകളൊക്കെ നിൽക്കുന്നുണ്ടില്ലേ. ഇനിയിപ്പോൾ നെക്സാസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നാട്ടിക എക്സ്പാർട്ടേഴ്സ് അസോസിയേഷനാണ്. അപ്പോൾ നമ്മളും ഒരു നാട്ടികക്കാരായതുകൊണ്ട് നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു മെമ്പറാണ്. അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പം ഇത് 3 സെക്ഷനായിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 12 തൊട്ടിട്ട് 2 മണി വരെ ഫുഡായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളവരും ഞാൻ പരിപാടികൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാണിക്കുന്നുണ്ട്, വോയിസ് ഇടുന്നുള്ളൂ. പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് വരില്ല, ഭയങ്കര കഷ്ടമല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ നാളത്തിൽ കാണുന്നതിൻ്റെ പരിചയം പുതുക്കലും എല്ലാമാണ്. നമ്മൾ ഗൾഫിലുള്ളവർക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വരുന്നത് ഭയങ്കര ഹാപ്പിയല്ലേ. കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് കല്യാണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മരണങ്ങൾ, ഫംഗ്ഷൻസൊക്കെ ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ബന്ധുക്കളായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഗൾഫിലുള്ളവർക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ വരണം. അതായത് എല്ലാ ആഴ്ചയും നമ്മൾ ഇപ്പോൾ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയും നമ്മൾ പോയി കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധങ്ങൾ പുതുക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് പോവുക, കാണുക എന്നല്ലാതെ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നാട്ടുകാരൊരു പരിപാടിയാകുമ്പോൾ നമുക്ക് എല്ലാവരും ബന്ധുക്കളെയും ഫ്രണ്ട്സിനും എല്ലാവരും കാണാൻ പറ്റും. സുന്ദരമായൊരിസമുണ്ട് സയ്യിദനാ മുഹമ്മദിൻ സമ്പൂർണ്ണനാമം. സുബർഗത്തിൻ മിഹ്റാബിൽ സുന്ദരമായൊരിസമുണ്ട് സയ്യിദനാ മുഹമ്മദിൻ സമ്പൂർണ്ണനാമം. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി മുഹമ്മദ് റസൂലിനായി വിളങ്ങി. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി മുഹമ്മദ് റസൂലിനായി വിളങ്ങി. മക്ക മണലാരണ്യകദൂത ഹാഷിം വംശനിലാവ. മക്ക മണലാരണ്യകദൂത ഹാഷിം വംശനിലാവ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹ് തേനൂറും നൂറുല്ലാഹ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹ് തേനൂറും ക്ലാസ്സിൽ തന്നെ പിള്ളേരാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ തന്നെയാണ്. അവർ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചെടുത്തൊരു അറബിക് ഡാൻസാണ് കേട്ടത്. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികളുടെ പിതാക്കന്മാരും മാതാക്കന്മാരും എല്ലാവരും കലാകാരന്മാരായിട്ടുള്ള എല്ലാവരും പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്, കൂടുതലുണ്ടായിരുന്നത് കുട്ടികളുടെ പ്രോഗ്രാംസ് ആയതുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വിമർശകർ വന്നിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് വലിയവരുണ്ടല്ലോ എന്ന് പറയേണ്ടതെന്ന് വെച്ചിട്ട് ഇനി ആദ്യമേ തന്നെ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് അങ്ങനത്തെ 1-2 കമൻസൊക്കെ വരാറുണ്ടേ. അപ്പം ചിലപ്പോൾ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ കമൻറ്റ് ഇടാനും മാത്രമായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും അത്. നിങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റിനെ പറ്റിയിട്ടോ വീഡിയോ നന്നാക്കാനുള്ള സജഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ വിമർശിക്കാനുള്ള കാര്യങ്ങളോ എന്തുവേണമെങ്കിലും ഇടാം, നോ പ്രോബ്ലം. പക്ഷേ ഈ വിമർശിക്കാൻ വേണ്ടി വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറയും വേണമെങ്കിൽ വലിയൊരു വ്യൂസൊന്നും ഇല്ലാത്ത ചാനലിലെന്ന്. പക്ഷേ ഈ ഉള്ള വ്യൂസിൽ തന്നെ 1-2 കമൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. എന്നാൽ നല്ല കമൻറ്റ്സ് ഒന്നും ഇവർ ഇടുന്നില്ല താനും. അപ്പോൾ നമുക്ക് ബാക്കി കുട്ടികളുടെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. Yeah, 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 boom, yeah. Yeah, yeah.
ഈ കലാപരിപാടികളിലിടയ്ക്ക് തന്നെ നമ്മുടെ നെക്സാസ് ഗ്രൂപ്പിലുള്ള ടാലൻ്റായിട്ട് കുട്ടികൾക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10th പ്ലസ് 2 നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളെയൊക്കെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഫംഗ്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ഒന്നിച്ച് കൊടുക്കുമ്പോൾ ബോറടി ഉണ്ടാവില്ല, അതുപോലെ തന്നെ പ്രോഗ്രാമിന് ഒരു ഇടയ്ക്ക് ബ്രേക്കും ആവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. Fatima from grade 10. Receiving her award for her excellence performance in grade 10. Congratulations. Thank you. Remember when you wanted this naivety was all you want. I stole and got you would let me what you own. Now you're like talk about the tricks I gave you that a dose. Baby destroying these women left, right, and center. Maybe this time to be fighting curtains or just winter. Baby from I mean father or family roots harder against for them. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പ്രോഗ്രാമിന് 3 ഭാഗങ്ങളുണ്ടെന്ന്. അതായത് ഇപ്പം ഫസ്റ്റ് ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൾച്ചറൽ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെണ്ടമേളം, അത് നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് 2ാമത്തെ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്, കാരണം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിരിക്കുള്ളൂ. പിന്നെ 3ാമത്തെ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക ചടങ്ങ് ഉദ്ഘാടനവും പിന്നെ നമ്മുടെ യൂസഫ് അലി ഖാൻ ആദരിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം യൂസഫ് അലിയാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ്. പുള്ളിക്കാരൻ്റെ ഒരു നാട്യക്കാരനാണല്ലോ, അപ്പോൾ സ്വന്തം നാടിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇടയിലിടയിൽ സോങ്സിന് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇടയിലിടയിൽ സംസാരിക്കുന്നത്. കോപ്പിറൈറ്റ് വരുന്ന ഭാഗത്ത് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു സൂഫി ഡാൻസ് ആയിരുന്നു, നല്ല അടിപൊളി ഡാൻസ്, നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള ഡാൻസാണ്. കണ്ട ആ ഡ്രസ്സിൻ്റെ അറ്റത്ത് അവർ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ സോങ്ങും മൊത്തത്തിൽ ഇടാൻ പറ്റിയില്ല, അതിങ്ങനെ കട്ട് ചെയ്തിടേണ്ടി വന്നു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു 3-4 സെറ്റ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസായിരുന്നു. ശരിക്കും നമ്മളെ പിടിച്ചിരുത്തും. ഏത് ഡാൻസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അവരുടെ സോങ് സെലക്ഷൻ ആണെങ്കിലും സൂപ്പറാണ്. അവരുടെ സ്റ്റെപ്സും സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡാൻസിൻ്റെ ഒക്കെ പരിപാടി ഞാൻ ഇത്ര ഇടണുള്ളൂ, കാരണം വെറുതെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ലല്ലോ. അങ്ങനെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചെണ്ടമേളത്തിൻ്റെയാണ്. അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ ആനകളുടെ ആറാട്ടമൊക്കെ കാണാം, നമുക്ക് കാവടിയാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.